നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശയാത്രയിലാണ്. ഇപ്പോൾ പുറത്തുവരുന്നൊരു വിവരം അദ്ദേഹം സിംഗപ്പൂർ യാത്ര വെട്ടിക്കുറച്ചു എന്നാണ്. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള യാത്രയിൽ മാറ്റങ്ങൾ വരുത്തി മുഖ്യമന്ത്രി. അദ്ദേഹം ഇപ്പോൾ ദുബായിലെത്തി. ദുബായിൽ നിന്നാണ് ഓൺലൈൻ വഴി അദ്ദേഹം ഇന്നത്തെ ക്യാബിനറ്റ് യോഗത്തിൽ ചേരുന്നത്. ഇന്ന് ക്യാബിനറ്റ് യോഗമുണ്ട്. സിംഗപ്പൂരിൽ നിന്ന് ഓൺലൈനായിട്ട് യോഗത്തിൽ ചേരുമെന്നായിരുന്നു ഇന്നലെ വന്ന വിവരം. എന്തായാലും യാത്ര വെട്ടിച്ചുരുക്കിയതിൻ്റെ സാഹചര്യത്തിൽ അദ്ദേഹം ദുബായിൽ നിന്നാണ് ക്യാബിനറ്റ് യോഗത്തിൽ ചേരുക. തിങ്കളാഴ്ച മുഖ്യമന്ത്രി കേരളത്തിലേക്ക് മടങ്ങും. നേരത്തെ 22-ന് മടങ്ങാനായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. 20-ന് കേരളത്തിലെത്തുമെന്നായിരുന്നു ക്യാബിനറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചത്. അതേസമയം ഇന്നത്തെ ക്യാബിനറ്റ് യോഗത്തിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി സമ്മേളനം ചേരുന്നതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനമെടുത്തില്ല. മുഖ്യമന്ത്രി കേരളത്തിലെത്തി കഴിഞ്ഞിട്ട് അടുത്തയാഴ്ച ചേരുന്ന ക്യാബിനറ്റ് യോഗം ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കുമെന്നാണ് കിട്ടുന്ന സൂചന. കുടുംബവും അദ്ദേഹത്തിനൊപ്പം തന്നെ ദുബായിലുണ്ട്. ദുബായ് ഗ്രാൻഡ് ഹയാത്തിലാണ് മുഖ്യമന്ത്രി താമസിക്കുന്നത്. ഇന്ന് സിംഗപ്പൂരിൽ നിന്ന് യോഗത്തിൽ പങ്കെടുക്കാനായിരുന്നു നേരത്തെ കിട്ടിയിരുന്ന വിവരം. 19-നാണ് ദുബായിൽ മടങ്ങിയെത്താൻ നിശ്ചയിച്ചിരുന്നത്. ഈ തീയതികളാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. ശനിയാഴ്ച കേരളത്തിലേക്ക് തിരിക്കുമെന്നാണ് വിവരം. പരിഗണനാ വിഷയങ്ങൾ കുറവായതിനാൽ കഴിഞ്ഞയാഴ്ച ക്യാബിനറ്റ് യോഗം ഉപേക്ഷിച്ചിരുന്നു. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് കൂടുതൽ വിഷയങ്ങൾ പരിഗണനയിൽ വരാത്തത്. വോട്ടെണ്ണൽ ജൂൺ 4-നാണെങ്കിലും പെരുമാറ്റച്ചട്ടം 6 വരെ തുടരും. തിങ്കളാഴ്ച പുലർച്ചെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും സ്വകാര്യ സന്ദർശനത്തിനായി വിദേശത്തേക്ക് പോയത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ദുബായ് വഴിയാണ് മുഖ്യമന്ത്രി, ഭാര്യ കമല, കൊച്ചുമകൻ നിഷാൻ എന്നിവർ ഇന്തോനേഷ്യയിലേക്ക് പോയത്. മെയ് 2 മുതൽ 5 വരെ ദുബായിലുണ്ടായിരുന്ന മന്ത്രി മുഹമ്മദ് റിയാസും ഭാര്യ വീണയും തിങ്കളാഴ്ച ഇന്തോനേഷ്യയിലേക്ക് പോയി. സ്വകാര്യ സന്ദർശനമെന്ന് സൂചിപ്പിച്ചാണ് യാത്രാനുമതിക്ക് മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിൽ അപേക്ഷ നൽകിയത്. ഇന്തോനേഷ്യ, സിംഗപ്പൂർ, UAE എന്നിവിടങ്ങൾ സന്ദർശിക്കുന്ന മുഖ്യമന്ത്രിക്ക് 16 ദിവസത്തേക്കാണ് യാത്രാനുമതി. ഇതേ രാജ്യങ്ങൾ സന്ദർശിച്ച് 21-ന് മടങ്ങുന്ന മന്ത്രി മുഹമ്മദ് റിയാസിന് 20 ദിവസവും 12 വരെ മുഖ്യമന്ത്രിയും കുടുംബവും ഇന്തോനേഷ്യയിൽ ഉണ്ടാകും എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പുറത്തു വന്നതാണ്. 12 മുതൽ 18 വരെ സിംഗപ്പൂരും 19 മുതൽ 21 വരെ UAEയും സന്ദർശിക്കും. ഇതായിരുന്നു നേരത്തെ പ്ലാൻ. എന്നാൽ കുറച്ച് ദിവസത്തേക്ക് മുഖ്യമന്ത്രി ഉണ്ടാവില്ലെന്ന സൂചനയായിരുന്നു സ്റ്റാഫ് അംഗങ്ങൾക്ക് നൽകിയത്. കഴിഞ്ഞ ക്യാബിനറ്റ് യോഗത്തിൽ അടുത്ത യോഗം ഓൺലൈൻ ആയിരിക്കുമെന്ന അറിയിപ്പ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഔദ്യോഗിക ആവശ്യത്തിനായി വിദേശത്ത് പോകുന്ന വേളകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ യാത്രാ വിവരങ്ങൾ സംബന്ധിച്ച് വാർത്താക്കുറിപ്പ് ഇറക്കാറുണ്ട്. സ്വകാര്യ സന്ദർശനമായതുകൊണ്ട് തന്നെ ഇത്തവണ ഔദ്യോഗിക അറിയിപ്പുണ്ടായില്ല. യാത്രാ വിവരം രാജ്ഭവനെയും അറിയിച്ചിരുന്നില്ല.